ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏകദേശം 6 to 8 hours ഇതിൻ്റെ ഒരു ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ട്രെൻഡിന്റെ പിറകിൽ ഓടുന്ന തിരക്കിലാണ്. പ്രത്യേകിച്ച് നമ്മളെ മലയാളീസും എന്തൊരു ട്രെൻഡ് മാർക്കറ്റിലുണ്ടോ ആ ഒരു ട്രെൻഡിന്റെ പിറകിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ട്രെൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അഹമ്മദ് അൽ മഗ്രിബി ഇപ്പോൾ സൂപ്പർ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിലെ. പല ഐറ്റംസ്, പല പെർഫ്യൂമുകൾ, ഓരോ പെർഫ്യൂമും അതൊക്കെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പല സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു നോക്കിയാലും എവിടെ നോക്കി കഴിഞ്ഞാലും അഹമ്മദ് അൽ മഗ്രിബിയുടെ പല സൈസ് പെർഫ്യൂമുകൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത് അഹമ്മദ് അൽ മഗ്രിബിയുടെ കാഫാണ്. ഈ ഒരു കാഫ് ജസ്റ്റ് ഇതിന്റെ റിവ്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ എനിക്ക് അഹമ്മദ് അൽ മഗ്രിബിയുടെ പെർഫ്യൂം പറയുകയാണെങ്കിൽ മിക്കവാറും പാക്കേജിങ്ങിലൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് അവരെ സെലോഫിങ് റാപ്പ്. ഇത് ശരിക്കും ബോക്സിൽ സ്റ്റിക്ക് ചെയ്ത് പിടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ടെക്നിക്കലി സൈഡ് എന്തെങ്കിലും മെഷീൻ്റെ എറർ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പൊ വരുന്ന എല്ലാ ബോക്സിലും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ഫ്രാഗ്രൻസ് ഇപ്പോൾ റീസെൻ്റ്ലി ഹിറ്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. നോർമൽ പാക്കേജിങ് ആണ്, ബോട്ടിലും കാണാൻ കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നോക്കാം. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ട് സ്കിന്നിൽ സ്പ്രേ ചെയ്യുന്നതാണ്. എൻ്റെ റീസൺ ഞാൻ പറയാം. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ നോട്ട്സിലേക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ ഏകദേശം ഒരു 2 ആഴ്ച ഈ ഒരു ഫ്രാഗ്രൻസ് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇതിൽ മനസ്സിലായതെന്ന് വെച്ചാൽ അത്യാവശ്യം ലാസ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് അല്ല. പക്ഷെ ഇത് മാർക്കറ്റിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് നോട്ട് തന്നെയാണ്. ഫസ്റ്റ് നോട്ട് ഒരു ലാവൻഡർ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വാട്ടർ മെലോണൊക്കെ കയറി വരുന്ന ഒരു സ്മെല്ലാണ്. അതിൻ്റെ നോട്ട്സിൽ തന്നെ ലാവൻഡറും വാട്ടർ മെലോണും ഫസ്റ്റ് നോട്ടായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ചൊരു ഫ്രൂട്ടി സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുന്ന നേരം നമുക്ക് ആ ഒരു സ്മെല്ല് ഒരു ഫ്ലോറൽ സ്മെല്ലോട്ട് പോകും. ഫ്ലോറൽ സ്മെല്ല് പറയുമ്പോൾ ജാസ്മിന് അല്ലെങ്കിൽ ഒരു റോസസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ആ ഒരു ഫ്ലോറൽ സ്മെല്ലാണ് അതിൻ്റെ വരുന്നത്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുന്ന നേരം നമുക്ക് അതിൻ്റെ ബേസ് നോട്ട് കറക്റ്റായിട്ട് മനസ്സിലാവും. ബേസ് നോട്ട് വരുന്ന ഒരു മസ്കി ഒരു സാൻഡൽവുഡിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് വരുന്നത്. ഞാൻ ഈ ഒരു ഫ്രാഗ്രൻസ് എന്തുകൊണ്ട് ഈ ഒരു സ്ട്രിപ്പിൽ സ്പ്രേ ചെയ്തു, എന്തുകൊണ്ട് സ്കിന്നിൽ സ്പ്രേ ചെയ്തില്ല എന്നുള്ളത് ഞാൻ പറയും. ഈ ഒരു ഫ്രാഗ്രൻസ് നമുക്ക് ഒരു ബോക്സിന്റെ താഴെ നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ 44% വോളിയം എന്ന് കാണുന്നത്. അതിനർത്ഥം എന്താ വെച്ചാൽ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഓൾമോസ്റ്റ് 56% ഫ്രാഗ്രൻസ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് ഒരു പെർഫ്യൂമിൽ ഫ്രാഗ്രൻസ് കോമ്പൗണ്ട് അടങ്ങിയിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ ഫ്രാഗ്രൻസും അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്ന ഒരുപാട് കെമിക്കൽസ് ആയിരിക്കും. അപ്പോൾ പല കെമിക്കൽസും പലരുടെ സ്കിന്നിന് പല രീതിയിലുള്ള അലർജികൾ ഉണ്ടാക്കും. അപ്പോൾ ചിലർക്കൊന്നും ഇതൊരു അലർജി ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മളത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നേരം അത് പല തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ക്ലോത്തിൽ യൂസ് ചെയ്യുന്നേരം സ്റ്റെയിൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു 15 to 20 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലെ ഈ ഒരു ഫ്രാഗ്രൻസുകൾ സ്പ്രേ ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഇത് സ്കിന്നിൽ ഉപയോഗിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട്. അതേപോലെ ഒരു ട്രെൻഡിങ്ങിൻ്റെ ഇതിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്, നമ്മളെ മലയാളീസ് പ്രത്യേകിച്ചും. അപ്പോൾ എന്തായാലും ഈ ഒരു ഫ്രാഗ്രൻസ് വാങ്ങി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം. അപ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്യുക, വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, സ്കിന്നിൽ ഉപയോഗിക്കരുത്. നിങ്ങൾ ഫ്രാഗ്രൻസ് ഈ അഹമ്മദ് അൽ മഗ്രിബിയുടെ പ്രത്യേകിച്ച് ഏത് ഫ്രാഗ്രൻസ് ആണെങ്കിലും ഹൈലി കോൺസെൻട്രേറ്റഡ് ഫ്രാഗ്രൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ലോഞ്ചിവിറ്റി കൂടുന്നതും അതേപോലെ ഈ ഒരു ഫ്രാഗ്രൻസിന് അത്രത്തോളം ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് വരുന്നതും. അപ്പോൾ ഈ ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നവരും ക്ലോത്തിൽ മാത്രമേ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഫ്രാഗ്രൻസിൻ്റെ ലോഞ്ചിവിറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏകദേശം 6 to 8 hours ഇതിൻ്റെ ഒരു ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ അതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 hours എനിക്ക് അതിൻ്റെ ഒരു പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. ഞാൻ അതൊരു ഫ്രാഗ്രൻസ് വേറെ ഇത് പോകുന്നേരം മറ്റുള്ളവർക്ക് അത് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രത്തോളം അതിൻ്റെ ഒരു പ്രൊജക്ഷൻ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഫ്രാഗ്രൻസിൻ്റെ ഒരു എന്താ നാച്ചുറൽ പറയുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഒരു ഫ്രാഗ്രൻസ് ടൈപ്പ് പറയുകയാണെങ്കിൽ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു ഫ്രാഗ്രൻസ് അല്ല.
എന്നിരുന്നാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എന്നാലും ചില ആളുകൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ ഒരു കാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രാഗ്രൻസ് വാങ്ങി ഉപയോഗിച്ച് നോക്കാം. രണ്ട് ജെൻഡറിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. എൻ്റെ ഒരു ഫ്രാഗ്രൻസിൻ്റെ ഇൻസ്പിറേഷൻ പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും അമോജിൻ്റെ ഒരു ഇൻ്റർലൂഡ് എന്നുണ്ട് ഫ്രാഗ്രൻസ് ഉണ്ട്. ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ ഓൾമോസ്റ്റ് ക്ലോസ് ആണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ അതേപോലെ നമ്മൾ ഹ്യൂഗോ ബോസിൻ്റെ ബോട്ടിലില്ല, അതിൻ്റെയൊക്കെ എവിടെയൊക്കെ ഒരു ടച്ച് ഇതിന് വരുന്നുണ്ട്. പിന്നെ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയ വേറൊരു ബ്രാൻഡ് ഉണ്ട്, എബർകോംബി ആൻഡ് ഫിഷ് എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്. അതിൻ്റെ ഫേസ്റ്റ് എന്നിട്ട് ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. ആ ഒരു ഫ്രാഗ്രൻസിന്റെ ഒരു 80% ക്ലോൺ ആണെന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഓവറോൾ ഇത് നല്ല പെർഫോമൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വാങ്ങി ഈ ഒരു ഫ്രാഗ്രൻസ് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് ജെന്യൂൻ ആയിട്ടുള്ള കമന്റ്സ് ഈ വീഡിയോക്ക് താഴെ വന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ബൈ.